അതെ അതെ, നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തെക്കേ. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തെക്കേ ഗോപുരനട തുറന്നിരിക്കുന്നു. എറണാകുളം ശിവകുമാറാണ് ഇപ്പോൾ തിടമ്പേറ്റി, നീതലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തുറന്നതാ പുറത്തേക്ക് അതിമനോഹരമായ കാഴ്ച. ഗജവീരൻ താഴ്ത്തി കൊടുക്കുന്നു. അതെ, ഒന്ന് താഴ്ത്തി കൊടുത്താൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റും. ആളുകൾ മാറിക്കൊടുക്കുന്നു. പോയിരുന്നു. ആളുകളെ പതുക്കെ അകറ്റണം. വളരെ സുരക്ഷിതമായ നിലയിൽ തന്നെ ദാ പതുക്കെ എറണാകുളം ശിവകുമാർ നീതലക്കാവിലമ്മയെ ശിരസിലേറ്റി ആ ഗജവീരൻ പുറത്തേക്ക് വരികയാണ്. മനോഹരമായ അതിമനോഹരമായ കാഴ്ച. ലോകത്ത് തന്നെ മേളം ആരംഭിച്ചിരിക്കുന്നു. ഈ ഗജവീരൻ നമുക്ക് മുൻപിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരിട്ട് ഒരു പക്ഷേ ആളുകൾക്കൊക്കെയും ആനയെ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലിങ്സ് ആണ്. നേരിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റില്ലെങ്കിൽ പോലും കുറെ സംഭാഷണങ്ങൾ കൂടെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. മുന്നോട്ട് വന്ന് ആ തുമ്പിക്കൈ ഉയർത്തി, അല്ലെ, കടുത്ത ചൂടിനെ അവഗണിക്കാൻ ആരെയും ചെവികളൊക്കെ ആവേശത്തിലാഴ്ത്തി പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയാണ്. തിടമ്പ് ചെറുതായിട്ടൊന്ന് ചിരിച്ചു കൊടുത്ത് പതുക്കെ നീതലക്കാവിലമ്മയെ ശിരസിലേറ്റി ഗജവീരൻ എറണാകുളം ശിവകുമാർ ദാ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. മേളം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പറയൊക്കെ നേരത്തെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ആളുകളുടെ കൈകളിൽ മുഴുവൻ എല്ലാവരും ഈ ചെറിയ സ്ക്രീനിലാണ് ഈ കാഴ്ച കാണുന്നതെന്നൊരു കൗതുകമുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ കാഴ്ച നിൽക്കുമ്പോൾ എല്ലാവരും ഫോണിലേക്ക് നോക്കി ചിത്രം പതിയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. നേരിട്ടുള്ള വലിയ മനോഹരമായ കാഴ്ച ശിവായ വടക്കുംനാഥന്റെ മുൻപിലായി എറണാകുളം ശിവകുമാർ സർവ്വ അനുഗ്രഹങ്ങളോടെയും ഏറ്റുവാങ്ങി മനോഹരമായി നടത്തട്ടെ. എല്ലാ പൂരപ്രേമികൾക്കും അവരുടെ സന്തോഷം നൽകുന്ന കാഴ്ച. നിൽക്കുന്നവരെ തിരികെ നല്ലതിലേക്കും നന്മയിലേക്കും തിരികെ കൊണ്ടുവരാൻ കഴിയട്ടെ. തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു, അല്ലെ, തുമ്പിക്കൈ ഉയർത്തി വണങ്ങിക്കൊണ്ട്. ഈ കാഴ്ചയ്ക്കാണ് കാത്തിരുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കാണുന്ന ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാഴ്ച.